മിനിസ്റ്റർ ഈ പറയുമ്പോൾ ഈ കുറച്ചുകൂടി ഇപ്പം പ്രായപരിധി 23 വയസ്സ് ഉള്ള ഒരാൾ മാത്രമേ ഈ മദ്യം വാങ്ങുന്നുള്ള ഡിക്ലറേഷന് ശേഷം ഈ മദ്യം കൊടുക്കാൻ അതിന് തരത്തിലുള്ള ഒരു പ്രപ്പോസലാണ് തയ്യാറാക്കിയിരിക്കുന്നത് മനസ്സിലാക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്, ബംഗാളിലൊക്കെ ഇത് ഉണ്ടെന്നായി അറിയുന്നത്. സ്വിഗ്ഗി പോലുള്ള പ്രസ്ഥാനങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ച് നേരത്തെ പ്രപ്പോസൽ തന്നിരുന്നു. അപ്പൊ എന്തുകൊണ്ട് അത് എന്താണ് പ്രശ്നം? വീടുകൾ മദ്യശാലകളായി മാറുമെന്നുള്ള പേടിയാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും മതസംഘടനകൾ പ്രശ്നവുമായി വരുമെന്നുള്ള പ്രശ്നമാണോ? എന്താണ് സർക്കാർ ഇതിൽ നിന്നും പിൻവലിപ്പിക്കുന്ന ഒരു പ്രശ്നം? ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞു, കേരളത്തില് ഇക്കാര്യത്തിൽ കുറച്ച് യാഥാസ്ഥിതികമായിട്ടുള്ളൊരു സമീപനമാണല്ലോ എല്ലാ കാലത്തും പുലർത്തിപ്പോരുന്നത്. മറ്റ് പല കാര്യങ്ങളിലും ഉള്ളതുപോലുള്ള ഒരു യാഥാസ്ഥിതികത്വമോ ഇരട്ടത്താപ്പോ ഒക്കെ പൊതുവിൽ ഇത്തരം കാര്യങ്ങളിൽ പലരും പുലർത്താറുണ്ട്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ നടപ്പാക്കാൻ നേതൃത്വം കൊടുക്കുന്നവർ തന്നെ ഇവിടെ നടപ്പാക്കിയാൽ അനുകൂലിക്കാറില്ല. അപ്പോൾ ഇത്തരം കാര്യത്തിൽ ഒരു അടിച്ചേൽപ്പിക്കുന്ന സമീപനം അല്ലെങ്കിൽ വളരെ നിർബന്ധപൂർവ്വം നടപ്പാക്കുന്നൊരു സമീപനം ഒരു കാലത്തും സർക്കാർ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഡിസ്റ്റിലറിയുടെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഡിസ്റ്റിലറി ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തത് മറ്റ് സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരുന്നുകൊണ്ട് ഡസൻ കണക്കിന് ഡിസ്റ്റിലറികൾക്ക് അനുമതി കൊടുത്ത ആളുകളാണ്. അന്ന് അതൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്ത കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പം അത്തരമൊരു ഇരട്ടത്താപ്പ് ഈ വിഷയത്തിൽ എപ്പോഴും സ്വീകരിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടേ സർക്കാർ ഇക്കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കും. സമൂഹം പൊതുവിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പാകമാവാതെ എടുത്തു ചാടുന്നൊരു സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല.